നിയമസഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ കയ്യാങ്കളി വർഗീയ പരാമർശത്തെ തുടർന്നാണ് ഇപ്പോൾ പ്രശ്നം വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. പ്രിയ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രതിപക്ഷം, അതായത് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഭരണപക്ഷ അംഗങ്ങൾക്ക് നേരെ വീണ്ടും കയർത്തത്. ഇതേ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. തുടർന്നാണ് ഭരണപക്ഷത്തിൽ നിന്നും ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് വിലയിരുത്തുന്ന വരികൾ എഴുതിയത്. സർ, മനുഷ്യർ പരസ്പരം തൊടാൻ പാടില്ലെന്ന് മാത്രമല്ല, അകലങ്ങൾ പാലിച്ച് മാറി നിൽക്കേണ്ടതുകൂടിയുമുണ്ട്. സഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുകയാണ്. വർഗീയ പരാമർശത്തെ തുടർന്നാണ് സഭയിൽ വീണ്ടും പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഷീജയിലേക്ക് പോവുകയാണ്. ഷീജ, തുടരാം. പ്രിയ, തീർച്ചയായും ആ രീതിയിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഭരണപക്ഷ അംഗങ്ങൾക്ക് നേരെ പ്രതിപക്ഷ അംഗങ്ങൾ കയർത്തത്. തുടർന്ന് ഭരണപക്ഷ അംഗങ്ങളും അവർക്ക് നേരെ സംസാരിക്കുകയായിരുന്നു. തുടർന്ന് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രൂക്ഷമായ വാക്പോരും ഉന്തും തള്ളും വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ സഭയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ തന്നെ മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് ഭരണപക്ഷ അംഗങ്ങളെയും പ്രതിപക്ഷ അംഗങ്ങളെയും വീണ്ടും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് പോകേണ്ടതുണ്ട്. പോലും പെടുത്താതിരുന്ന കാഴ്ചപ്പാടുകൾ, ആരാധനാലയത്തിൽ കയറാൻ പോലും അവകാശമില്ലാത്ത ജനത ജീവിച്ചിരുന്ന നാടായിരുന്നു നമ്മുടേത്. പട്ടിക്കും പൂച്ചക്കും നടക്കാവുന്ന വഴികളിൽ മനുഷ്യന് അശുദ്ധി കൽപ്പിച്ച കാലത്തെയും തിരുത്തിയാണ് നാം മുന്നേറിയത്. ഇത്തരം തെറ്റായ നീതികളെ ചോദ്യം ചെയ്തവർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ട എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ നാടിന് പറയാനുണ്ട്. സർ, ജാതി വ്യവസ്ഥയുടെ അടിച്ചമർത്തലുകളിൽ അക്കാലത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതങ്ങൾ പിടഞ്ഞു തീരുകയായിരുന്നു. സ്ത്രീ ജീവിതം അടിച്ചമർത്തപ്പെട്ടത് അതിനേക്കാൾ എത്രയോ ഭീകര രൂപത്തിലായിരുന്നു. അകത്തളങ്ങളിൽ എരിഞ്ഞു തീർന്നവരും പണിയിടങ്ങളിൽ അടിയേറ്റു മരിച്ചവരും കാമഭ്രാന്തിൽ ജീവിതം പൊലിഞ്ഞവരും ഏറെയുണ്ടായിരുന്നു ആ കാലത്ത്. ഒരു വിഭാഗം സ്ത്രീകളും തെറ്റായ നീതിബോധങ്ങളാൽ നയിക്കപ്പെട്ടതിനാൽ പൊതുവായ സ്ത്രീ വിരുദ്ധതയിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. സർ, ഉന്നത ശ്രേണിയിലുണ്ടായിരുന്നുവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകളുടെയും കാര്യത്തിൽ ഏറെ അന്തരങ്ങൾ ഉണ്ടായിരുന്നുമില്ല. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം ലഭിച്ചവർക്ക് പോലും ലോകത്തിന്റെ വെളിച്ചം കാണാതെ കഴിയേണ്ടി വന്നതായിരുന്നു അന്നത്തെ ജീവിതം. ശാരീരിക മാനസിക പീഡനങ്ങളുടെ തുടർക്കഥയായിരുന്നു അവ. ദായക്രമത്തിലും വിവാഹബന്ധങ്ങളിലും നിലനിന്ന സ്ത്രീവിരുദ്ധമായ ആചാരക്രമങ്ങളിൽ എരിഞ്ഞു തീർന്ന ജന്മങ്ങളായിരുന്നു അക്കാലത്തെ സ്ത്രീകളുടേത്. സർ, ഇന്നത്തെ തലമുറക്ക് സങ്കല്പിക്കുന്നതിനപ്പുറത്തായിരുന്നു അവയെല്ലാം. പുളികുടി കല്യാണം, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയവയെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. അടിയാളർ എന്ന് വിളിച്ചിരുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു മേലുള്ള ലൈംഗികാതിക്രമങ്ങൾ, ജാതി തിരിച്ചറിയാനായി കല്ലുമാല ധരിക്കണമെന്നതുപോലുള്ള വ്യവസ്ഥകൾ, അടിമത്വത്തിൻ്റെ അടയാളങ്ങൾ പേറി നടന്ന ജീവിതമായിരുന്നു അടിസ്ഥാന വിഭാഗത്തിലെ സ്ത്രീകളുടേത്. തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളും ഏറെയായിരുന്നു. കൂലിയുടെ കാര്യത്തിലെ വിവേചനങ്ങൾ വേറെയും. ജാതീയമായ അടിച്ചമർത്തലുകളുടെയും മറ്റു വിവിധ രൂപങ്ങളിലുള്ള പീഡനങ്ങൾക്കുമെതിരെ ജനകീയ മുന്നേറ്റങ്ങളുടെ പരമ്പരകൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരാൻ തുടങ്ങി. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിവിട്ട സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിന്തകൾ, ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ സ്വപ്നങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ നിറക്കാൻ തുടങ്ങി. സർ, മനുഷ്യരായി ജീവിക്കാനായി പൊരുതുകയേ വഴിയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങൾ ഉയർന്നു വന്നു. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയുമെല്ലാം ഉയർത്തിവിട്ട സ്വാഭിമാനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ജ്വാലകൾ
സമൂഹത്തിൽ മെല്ലെ ശക്തിയാർജിച്ചു. ദേശീയ പ്രസ്ഥാനവും തുറന്നു രൂപപ്പെട്ട തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും ഇത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇടപെട്ടു. സർ, സ്ത്രീകളും സമരസജ്ജമായി മുന്നോട്ട് വന്നു. മാറുമറക്കാനുള്ള ചാന്നാർ കലാപം, കല്ലുമാല സമരം, ഘോഷാബഹിഷ്കരണം തുടങ്ങിയവയിൽ നിന്ന് കൊളുത്തിയെടുത്ത സമരാവേശം അവരുടെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. നവോത്ഥാനം ഇളക്കിമറിക്കാത്ത ഒരു സമൂഹവും കേരളത്തിലില്ല. സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി എല്ലാ മതവിഭാഗങ്ങളിലും വിവിധങ്ങളായ സമരങ്ങൾ ഉയർന്നു വന്നു. വിദ്യാഭ്യാസ അവകാശത്തിനും ദായക്രമത്തിലെ മാറ്റങ്ങൾക്കും തുല്യതക്കും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഇടപെടലായി അത് വളർന്നു വന്നു. സർ, ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീകൾ ഉയർന്നു വന്നത് നാം നടത്തിയ നവോത്ഥാന ചലനങ്ങളുടെയും സ്ത്രീകളുടെ ഔന്നത്യത്തിനു വേണ്ടിയുള്ള ഇടപെടലുകളുടെയും പരിണിത ഫലമായാണ്. സ്ത്രീകൾ എത്തിപ്പിടിക്കാത്ത മേഖലകൾ ഇല്ലാതാകുന്നുവെന്നതും നമുക്ക് അഭിമാനം നൽകുന്നത് തന്നെ. സർ, ഇങ്ങനെ വിവിധങ്ങളായ ഇടപെടലുകളുടെ ഫലമായി പല അനാചാരങ്ങളും കടപുഴകി വീണു. പലതും തൂത്തെറിയപ്പെട്ടു. അടിച്ചമർത്തലുകളിൽ നിന്നും ചൂഷണത്തിൽ നിന്നും ജനത കരകയറാൻ തുടങ്ങി. മനുഷ്യാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും തുല്യതയുടെയും പുതിയ കാലം പിറന്നു. അങ്ങനെ ഉഴുതുമറിക്കപ്പെട്ട മണ്ണിലാണ് ഐക്യ കേരളത്തിലെ സർക്കാരുകൾ ഭൂപരിഷ്കരണം, സാർവത്രിക വിദ്യാഭ്യാസം, ശക്തമായ പൊതുവിതരണ സംവിധാനം, എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ, തൊഴിലിന് മാന്യമായ വേതനം തുടങ്ങിയ പുരോഗമന നടപടികളുടെ വിത്ത് പാകിയത്. ഇതിലൂടെ ആധുനിക കേരളം ലോകത്തിലെ സവിശേഷ വികസന മാതൃകയായി. ഇന്ത്യയിലെ ഏറ്റവും പരിഷ്കൃതവും ജീവിത ഗുണമേന്മയുമുള്ള നാടായും പരിവർത്തിക്കപ്പെട്ടു. സർ, ഇത്തരം മുന്നേറ്റങ്ങൾ സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്നു. നേരത്തെ അരങ്ങിലുണ്ടായിരുന്നവരാവട്ടെ അടിച്ചമർത്തലിന്റെ നൊമ്പരങ്ങളെ പിഴുതെറിയുന്ന അവസ്ഥയിലേക്കും ഉയർന്നു വന്നു. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ ഏറ്റുവാങ്ങി രൂപീകരിക്കപ്പെട്ട ഭരണഘടന സമത്വത്തെ അതിന്റെ കൊടിയടയാളമാക്കി തന്നെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ടും ജീവിതത്തിന്റെ അടരുകളിൽ സ്ത്രീ പുരുഷ തുല്യത എന്ന ആശയം എത്തിക്കുന്നതിൽ ദൗർബല്യങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു. ചരിത്രപരമായ പരിമിതികളെ മുറിച്ചു കടക്കാൻ ഇനിയും നാം ഒന്നായി നിൽക്കേണ്ടതുണ്ട്. വർത്തമാനകാല സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണല്ലോ. സ്ത്രീകളുടെ പുരോഗതിക്കായി നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മതലത്തിലേക്കും സമത്വത്തിൻ്റെ സന്ദേശങ്ങൾ വ്യാപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്ത്രീയും പുരുഷനും യോജിച്ചു നിന്നുകൊണ്ടുള്ള ഇടപെടൽ വളരേണ്ടതുമുണ്ട്. സർ, സമസ്ത മേഖലയിലും സ്ത്രീ സമത്വം ആർജിക്കുന്നതിനുള്ള അവകാശബോധം സ്ത്രീകളിലും ഉയർന്നു വരേണ്ടതുണ്ട്. പരസ്പര അംഗീകാരത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ലോകത്താണ് സ്ത്രീ പുരുഷ സമത്വം യാഥാർത്ഥ്യമാകുക എന്ന കാഴ്ചപ്പാട് ഈ വനിതാ മതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്ത്രീ മുന്നേറ്റത്തിന് നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ച സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമായി തന്നെയാണ് വനിതാ മതിലിനെയും കാണുന്നത്. സർ, പുതിയ കാഴ്ചപ്പാടുകളുടെ ലോകം സ്ത്രീകളിൽ ഉണരുന്നുണ്ടെങ്കിലും ഈ നേട്ടങ്ങളെയെല്ലാം ഇല്ലാതാക്കി നാടിനെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നടത്താനുള്ള ശ്രമങ്ങളും ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. ഭരണഘടനയും നിയമങ്ങളും എന്തു പറഞ്ഞാലും അനാചാരങ്ങളും അടിച്ചമർത്തലുകളും വിവേചനങ്ങളും സ്ത്രീകൾ അർഹിക്കുന്നതാണെന്നും അവ ഇനിയും നിലനിൽക്കണമെന്നും വാദിക്കുന്നവരുമുണ്ട്. അവർ വീണ്ടും നാടിനെ ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് സ്ത്രീകളെ തന്നെ കരുവാക്കുകയും. സർ, പൊരുതി മുന്നേറിയ നിരവധി വീരാംഗനകളുടെ നാടാണ് കേരളം. ആ പാരമ്പര്യം നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഭരണഘടനയും നിയമങ്ങളും തുല്യാവകാശങ്ങളും നവോത്ഥാന മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള ഇടപെടലാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനയിലെ സമത്വത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൻ്റെയും പതാകവാഹകരായി കേരളത്തിലെ വനിതകളെയാകെ ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്.
സർ, വനിതാ മതിലിനെ സംബന്ധിച്ച സർക്കാരിന്റെ ധാരണ എന്തെന്ന് വ്യക്തമാകാത്തതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥലജല വിഭ്രാന്തി പ്രമേയ അവതാരകന് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നവോത്ഥാന മൂല്യങ്ങളാണ് നമ്മുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്യപൂർവമായ നവോത്ഥാന പരിശ്രമങ്ങളുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ടതാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ സംസ്കാരം. അതിനെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്തതിൽ എന്താണ് തെറ്റ്? നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട എന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുകയാണ് വേണ്ടത്. സർ, നവോത്ഥാന മൂല്യങ്ങളുടെ തകർച്ച കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ അടിമത്തത്തിന് ലോകത്തിലേക്കാണ് വലിച്ചെറിയുക എന്ന കാര്യം നാം ഓർക്കണം. എല്ലാ വിഭാഗങ്ങളുടെയും ജീവിതത്തെ മാറ്റിമറിച്ച് ആധുനിക ജീവിതത്തിന്റെ വിശാല ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയതാണ് നവോത്ഥാനമെന്ന് മറക്കരുത്. ആ മൂല്യങ്ങളെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ച് മുന്നോട്ടു പോകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർ, പ്രമേയ അവതാരകൻ വർഗീയ മതിലെന്ന് വിശേഷിപ്പിച്ചതായി കണ്ടു. നവോത്ഥാന കാലത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് വർഗീയതയാകുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ ഉജ്ജ്വലമായ മതനിരപേക്ഷ പാരമ്പര്യം രൂപപ്പെടുന്നതിൽ നവോത്ഥാനം വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാവുന്നതല്ല. നവോത്ഥാന മുന്നേറ്റത്തിന്റെ പതാകവാഹകനായ ശ്രീനാരായണ ഗുരു ആലുവായിൽ സർവമത സമ്മേളനം തന്നെ സംഘടിപ്പിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം ചേരുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പല മതസാരമേകം എന്ന കാഴ്ചപ്പാട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന കാഴ്ചപ്പാട് വ്യാപകമായി പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ വർഗീയമാകുമെന്ന് മനസ്സിലാകുന്നില്ല. സർ, കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെയും നവോത്ഥാന മുന്നേറ്റങ്ങളെയും ഇകഴ്ത്തിക്കാണിക്കുന്ന ഇത്തരം വ്യാഖ്യാനങ്ങൾ ചരിത്രത്തോട് ചെയ്യുന്ന വൻപിച്ച അനീതിയല്ലാതെ മറ്റൊന്നല്ല. കൊടിയെടുക്കാതെ സംഘപരിവാർ നടന്ന സമരങ്ങളിൽ പങ്കെടുക്കാമെന്ന് ആഹ്വാനം ചെയ്തവരായിരുന്നല്ലോ അപ്പുറത്തിരിക്കുന്നവർ. അതിൽ പങ്കെടുക്കുന്നതാണ് വർഗീയത. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച നവോത്ഥാനത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുന്നതാണ് മതനിരപേക്ഷത എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേകമെങ്കിലും ആർജിക്കേണ്ടതുണ്ട്. പഠിപ്പ് മുടക്കി മതിലിൽ പങ്കുചേരാൻ വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു എന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാ മേഖലയിലും പെട്ട വനിതകൾ പങ്കെടുക്കണമെന്ന ആഹ്വാനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. സർ, സ്ത്രീ പുരുഷ സമത്വത്തിന്റെ നവോത്ഥാന കാഴ്ചകളെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ദേശീയ പ്രസ്ഥാനം എന്നതും നാം മറക്കരുത്. കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇത്തരം മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഇത്തരം ആശയങ്ങളുടെ ക്രോഡീകരണം കൂടിയാണല്ലോ ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് തന്നെ നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സ്ത്രീ പുരുഷ സമത്വം ഭരണഘടന വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ സമത്വം ഭരണഘടന വിഭാവനം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനമെന്ന കോടതി വിധി പുറപ്പെടുവിച്ചത്. സർ, ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം നടത്തിയ ഇടപെടലുകൾ നവോത്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന വിധമായിരുന്നു. ആ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ അത്തരം മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനകളുടെ ഇന്നത്തെ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ അവതരിപ്പിച്ച കാര്യം എന്തെന്ന് പത്രങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ പൊതുവായി ഒരു സ്ത്രീ മുന്നേറ്റം രൂപപ്പെടേണ്ടതുണ്ട് എന്ന അഭിപ്രായം അവരിൽ നിന്ന് ഉയർന്നു വന്നു. അത് പ്രാവർത്തികമാക്കുന്നതിന് അവരുടേതായ സമിതിയും രൂപീകരിച്ചു. അങ്ങനെ വനിതാ മതിൽ ഉണ്ടാക്കണമെന്ന് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സംഘടനകൾ തീരുമാനിക്കുകയായിരുന്നു. സർ, ആ തീരുമാനത്തെ സർക്കാർ പിന്തുണച്ചിട്ടുണ്ട്. അത് ശരിയാണ്. സർക്കാരിന് മാത്രമല്ല, ഇത്തരം ആശയങ്ങൾക്കായി
സ്ത്രീകൾ അണിനിരക്കണമെന്ന അഭിപ്രായമുള്ള ആർക്കും വനിതാ മതിലിനെ പിന്തുണക്കാം. അതിൽ കണ്ണികളാവാനുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഇതിന്റെ സംഘാടക സമിതിയിലും ആരെ അംഗങ്ങളാക്കുന്നതിനും സർക്കാരിന് ഒരു എതിർപ്പുമില്ല. എല്ലാ വനിതാ അംഗങ്ങളെയും വനിതാ മതിലിൽ പങ്കുചേരാൻ വേണ്ടി പ്രത്യേകമായി ക്ഷണിക്കട്ടെ. UDF-ന്റെ നിയമസഭാ കക്ഷിയിൽ വനിതാ അംഗങ്ങളില്ലെങ്കിലും നിങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരെ അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യട്ടെ. സർ, അതേസമയം വനിതാ മതിലിന്റെ സംഘാടനത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. അതിനാവശ്യമായ പണം ഇത് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരും അവരെ പിന്തുണക്കുന്നവരും ജനങ്ങളിൽ നിന്ന് കണ്ടെത്തുമെന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു സാമ്പത്തിക സഹായവും ഇതിനാവശ്യമില്ല. ഇത് ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞ ഒരു മഹാമുന്നേറ്റമാണ്. ഇതിനെ പിന്തുണക്കാതെ മാറി നിൽക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുകയാണ് ചെയ്യുക എന്ന യാഥാർത്ഥ്യവും നിങ്ങൾ മറക്കരുത്. ഇത്തരം മുന്നേറ്റങ്ങളെ എതിർത്തവരുടെ പേരുകൾ ഇന്ന് നാം ആരും ഓർക്കുന്നില്ല. അതേസമയം ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ജനങ്ങൾ ഇന്നും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ചരിത്രം അങ്ങനെയാണ് എന്നതും വിസ്മരിക്കരുത്. സർ, നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന വനിതാ മതിലിനെ സംബന്ധിച്ച് നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ വസ്തുതക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കേണ്ട യാതൊരു ആവശ്യവും ഉയരുന്നില്ല. ഡോക്ടർ M.K. മുനീർ. സർ, പൂർവ ജർമ്മനിയിൽ 1900 അദ്ദേഹം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ എന്തിനാ ശബ്ദം ഉണ്ടാക്കുന്നത്? സാറേ, എനിക്ക് സംരക്ഷണം തരണം. അങ്ങ് സംസാരിക്കും. ഈ സമയം നിശബ്ദരായിരിക്കും. ബഷീർ സർ, പ്ലീസ് അടങ്ങിയിരിക്കും. പ്ലീസ് അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് സ്ഥലകാല വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മിണ്ടിയിട്ടില്ല. പ്ലീസ്, ഞാൻ പറഞ്ഞു വരാം. അങ്ങ് ചെയർമാനോട് സംസാരിക്കും. 1961 പൂർവ ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റുകാർ കെട്ടിപ്പൊക്കിയ ബെർലിൻ മതിൽ പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഗീയ മതിൽ കേരളത്തിലെ ജനങ്ങൾ പൊളിച്ചു മാറ്റുകയാണ്. എന്താണത്? പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. പറഞ്ഞത് നിങ്ങൾ എന്താണ്? ഒരക്ഷരം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഉറച്ചു നിൽക്കുന്നു അതിൽ. പ്ലീസ് ബഹുമാനപ്പെട്ട ഡോക്ടർ മുനീർ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയും. നിങ്ങളിരിക്കൂ. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞോളൂ. ഇരിക്കൂ. പ്ലീസ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മറുപടി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞോളൂ. നിങ്ങളിരിക്കൂ. പ്ലീസ്. പിൻവലിക്കുന്ന പ്രശ്നമില്ല. പ്ലീസ് അത് തെളിയിക്കുന്ന രേഖകൾ എന്റെ കയ്യിലുണ്ട്. സഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വീണ്ടും വാക്കേറ്റം. വനിതാ മതിലിനെ ചൊല്ലിയാണ് വീണ്ടും പ്രതിപക്ഷം ബഹളം വെച്ചിരിക്കുന്നത്. വനിതാ മതിലിനെ കുറിച്ചുള്ള മുനീറിന്റെ പരാമർശം അത് താൻ തിരുത്തുന്നില്ലെന്ന് മുനീർ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വീണ്ടും
പ്രത്യേകിച്ച് വ്യവസ്ഥാപിതമായിട്ട് സീറ്റിലിരുന്നിട്ട് അദ്ദേഹത്തെ വർഗീയ മതിൽ തന്നെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയും ഉണ്ടാക്കുന്ന മതിൽ വർഗീയ മതിൽ തന്നെ. ഭരണകക്ഷി അംഗങ്ങൾക്ക് സുഗതനും വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. നിങ്ങൾ സീറ്റ് പോയിരിക്കും. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ചെയർ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. പോയിരിക്കൂ സീറ്റ് പോയിരിക്കൂ. ഡോക്ടർ M.K. മുനീർ പറഞ്ഞതിൽ സഭ്യേതരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയർ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. യെസ്, സീറ്റ് പോയിരിക്കൂ. സമൂഹത്തിലെ വിവിധ തുറകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ പ്രമുഖ വ്യക്തികളുടെയും സാമാജികരുടെയും വിദ്യാർത്ഥികളുടെയും മുൻ നിയമസഭാ സെക്രട്ടറിമാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ തേടുകയുണ്ടായി. അനുസ്മരണങ്ങളും വജ്രജൂബിലി ആഘോഷങ്ങളുടെ വിശദാംശങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു. മറ്റൊരു കാര്യം പറയുമ്പോൾ വജ്രജൂബിലി സമയം പുറംചട്ട മാധ്യമ പ്രവർത്തകരുടെ സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് ചന്ദ്രിക ദിനപത്രത്തിലെ ശ്രീ K. സുധീരൻ്റെ കവർ പേജ് ഡിസൈനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരാനിരിക്കുന്ന സ്മരണികൾക്കും നിയമസഭാ പ്രസിദ്ധീകരണങ്ങൾക്കും ഒരു പുതിയ മാർഗദർശനം, പുതിയൊരു മോഡലാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ കുറച്ച് വ്യത്യസ്തതയുള്ള ഒരു സ്മരണികയാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, സഭയിൽ ഇപ്പോൾ അറിയിക്കുകയുണ്ടായി, ഈ സർഫാസി ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിയൊഴിപ്പിക്കൽ സജീവമായ പശ്ചാത്തലത്തിൽ അറിഞ്ഞും അറിയാതെയുമുള്ള കുടിയൊഴിപ്പിക്കലുകളുടെ വാർത്തകളും വിവരങ്ങളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു നിയമസഭയിൽ ഇടപെടാൻ വേണ്ടി ഒരു തീരുമാനമാണെന്നുള്ളത്. ഒരു നിയമസഭാ സമിതി രൂപീകരിക്കുകയും ഈ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങൾ പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ആവശ്യമായി തെളിവെടുക്കുകയും നിയമസഭയുടെ ഒരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ഉറപ്പുവരുത്തുന്ന ഒരു തീരുമാനം കൂടി ഇന്ന് സഭയിൽ പ്രഖ്യാപിച്ചു. സമിതിയിലെ അംഗങ്ങളുടെ പേരോടെ വായിച്ചിരുന്നു തരാം. അത് ഒപ്പ് കൊടുക്കാൻ പറ്റും. 11 അംഗങ്ങളാണ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ആ സമിതിക്ക് സ്വതന്ത്രമായി ഇക്കാര്യത്തിൽ ഇടപെടാം, അന്വേഷണം നടത്താം, തെളിവെടുക്കാം. ചെയർമാൻ CS ശർമ്മ. ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ പല ഭാഗത്തു നിന്നും കൂടി ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണനയുണ്ട്. അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത്. അല്ല, സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കൊക്കെ ലഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ്. ശ്രീ VM സുധീരൻ്റെ കത്തുണ്ടായിരുന്നു. ഇതിലെ ഇരകളായ ആളുകളുടെ പരാതികളുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സർക്കാരുമായി കൂടി സംസാരിച്ചതിന് ശേഷമാണ് ധാരണ ഉണ്ടായത്. സമിതി രൂപീകരിച്ചിട്ടല്ലോ. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും അതിലൊരു ഇടപെടൽ ആവശ്യമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതികളുടെയും വാർത്തകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മുൻകൈ എടുത്തതെന്നാണ്. നിർഭാഗ്യകരമായ ഒരു സാഹചര്യം. അത്തരമൊരു സാഹചര്യം വന്നേക്കാമോ എന്ന് ഒരു മുൻധാരണ തോന്നിയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ല, ഭരണപക്ഷം പ്രതിപക്ഷം എന്ന രണ്ട് പക്ഷത്തെക്കുറിച്ച് സ്പീക്കർക്ക് ചോദിക്കേണ്ട കാര്യമില്ല. സഭയിലെ സാമാജികരുടെ ഭാഗത്തു നിന്ന് അസാധാരണമായ രീതികളും പ്രകടനങ്ങളും ഉണ്ടാകുമ്പോൾ സഭ തുറത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്.
ഇന്നിപ്പോൾ ഭരണപക്ഷത്തിൻ്റെ പ്രതിഷേധവും കൂടി സഭയിലുണ്ടായിരുന്നു. ഏതാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സഭയിലെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം വിശദമായി സംസാരിച്ചു. പക്ഷെ അത് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് സഭ പോയ നിർത്തിയൊക്കെല്ലാം ചെയ്യാൻ പറ്റും. അതിപ്പോൾ മാത്രമല്ല, പ്രതിപക്ഷം ഉണ്ടാക്കുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും നിർത്തിവെക്കലാണ് പതിവ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്പീക്കർ എന്നിങ്ങനെയാണ് ഒരു കക്ഷിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സഭാ നടപടികൾ നടത്തിക്കൊണ്ടുവരുന്ന വ്യവസ്ഥാപിതമായ ചട്ടങ്ങൾ പാലിക്കാതിരുന്നാൽ സഭ നിർത്തിവെക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളിലായിട്ട് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സഭാ നടപടികൾ ചോദ്യോത്തരവേളയിൽ തന്നെ നിർത്തിവെച്ചത്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ലോകസഭയിൽ നിങ്ങൾ കാണുന്നുണ്ടോ. സഭയ്ക്കൊരു വ്യവസ്ഥാപിതമായ രീതിയും പ്രതികരണ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ നിന്ന് ഡീവിയേഷൻ വന്നാൽ പിന്നെ നിർത്തിവെക്കല്ല മാർഗം. ചരിത്രത്തിലാദ്യമാണെന്ന് ഞാൻ ഇപ്പോൾ വിലയിരുത്തുന്നില്ല. അല്ല, ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിഷേധം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്. ഒരു പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് സാധാരണ അടിയന്തര പ്രമേയത്തിന് അനുവദിച്ചിരിക്കുന്ന തീരുമാനം വീണ്ടും സർക്കാരിന്റെ മറുപടി പറയാനുള്ള അവകാശങ്ങളോ വായിച്ചുകൊണ്ടാകുന്നത്. സഭയിൽ ഒരു മാന്യമായിട്ടും മര്യാദയോടുകൂടി സഭാ നടപടി നടന്നു പോകുമ്പോഴല്ലേ അതിന് സാധ്യതയുള്ളൂ. സമ്പൂർണമായ ബഹളത്തിൽ കലാശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശങ്ങളും കൈവിട്ട രീതികളും വരുമ്പോൾ പിന്നെ അത് തുടരാൻ പറ്റും. വാച്ചാൻ വാർഡിനെ ഈ നിയമസഭ രൂപീകരിച്ചതിന് ശേഷം ആരെയും ഇതുവരെ അകത്തേക്ക് വിളിച്ചിട്ടില്ല. വാച്ചാൻ വാർഡിനെ വിളിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വിളിക്കേണ്ടതായിരുന്നു. എല്ലാ ദിവസവും തിരശ്ശീല തിരനോട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് തിരശ്ശീല തിരനോട്ടം കാണിക്കുമ്പോൾ വാച്ചാൻ വാർഡ് വരാറില്ലല്ലോ. തിരനോട്ടം കഴിഞ്ഞാൽ ഒരു കഥകളിയിലെ പിന്നെ കളി ആരംഭിക്കും. ആദ്യത്തിലൊരു തിരനോട്ടം ഉണ്ടാവും, കട്ടനൊക്കെ പിടിച്ചിട്ട്. അത് കഴിഞ്ഞാൽ കട്ടൻ താഴ്ത്തി പിന്നെ കഥകളി ആരംഭിക്കണം. അതില്ല, അന്ന് വാച്ചാൻ വാർഡില്ലല്ലോ. വാച്ചാൻ വാർഡിൻ്റെ ബലപ്രയോഗത്തിൻ്റെയോ കായികക്ഷമതയുടെ ബലത്തിൽ സഭ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അത് സഭയിൽ പങ്കെടുക്കുന്നവരുടെ ബോധ്യമാണ്. ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും ഒരുപോലെ വിമർശനങ്ങൾ വരുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു മുൾക്കിരീടത്തിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ടാണ്. ആരെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളോ മുദ്രാവാക്യങ്ങളോ വിമർശനങ്ങളോ ഒന്നും ചെയറിനെ അല്ലെങ്കിൽ സ്പീക്കറെ സ്വാധീനിക്കില്ല. അതിലൊന്നൊരു വിഷമമില്ല. നടപടി ഉണ്ടാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും എന്നുള്ളത് ശരിയാണ്, നിങ്ങളെല്ലാവരും കാണുന്നു. നടപടിയിലേക്ക് പോയാൽ മതിയാവും എന്നുള്ള അവസ്ഥ വന്നാൽ അവിടേക്ക് എത്തേണ്ടി വരും. പക്ഷേ പരമാവധി നടപടികളില്ലാതെ പോകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനൊരു മറുപടി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തി സഭയിൽ അത് ഉന്നയിക്കാൻ അവസരം കൊടുത്തു. പ്രതിപക്ഷ നേതാക്കളുമായി സംസാരിച്ച്, ഭരണകക്ഷി നേതാക്കളുമായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. രണ്ടുപേരും രണ്ട് പൊസിഷനിൽ നിൽക്കുമ്പോൾ സ്പീക്കറെ ഇടപെട്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ തീർക്കണമെന്നുള്ള കൂടി പറയണ്ടേ. ശബരിമലയിലെ 144 പിൻവലിക്കണമെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ബോധ്യത്തിൻ്റെയും വസ്തുനിഷ്ഠ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മതി എന്നാണ് സർക്കാരിൻ്റെ പൊസിഷൻ. എന്നാൽ അത് പിൻവലിച്ചേ മതിയാവുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പൊസിഷൻ. ഇങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പോൾ പിന്നെ അതിന് ഒരു സമവായത്തിൻ്റെ സാധ്യത വരുന്നില്ല. അപ്പോൾ സമരമുണ്ട്, സമരത്തോട് പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോഴും ആ സമരം തീർക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പൊസിഷൻ ഒരു ഘടകമാണ്. അതുകൊണ്ട് ചർച്ച ചെയ്യാതിരിക്കുകയോ സഹായിക്കാതിരിക്കുകയോ അഭിപ്രായങ്ങൾ പരസ്പരം അറിയിക്കാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. സഭയിൽ തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രി സമരം ചെയ്യുന്നവരെ പോയി കണ്ടിട്ട് അവരുടെ അഭിപ്രായം
പറയുകയുണ്ടായി. സമരം തുടരേണ്ടി വന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യം. പക്ഷേ പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ട് പൊസിഷനിൽ നിൽക്കുന്നതിനിടയിൽ ബലം പ്രയോഗിച്ച സമരം തീർക്കാൻ കഴിയില്ലല്ലോ. അതൊന്നും സ്പീക്കർ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ല. സഭാ നടത്തിപ്പിൽ ഇടപെട്ട് സഹായിക്കുക എന്നുള്ളതല്ലാതെ ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പുറത്തുണ്ടാകുന്ന സമരങ്ങളും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു അവസാനിപ്പിക്കാനൊരു ബാധ്യത സ്പീക്കർക്ക് പ്രായോഗികമായിട്ട് കഴിയുന്ന കാര്യമില്ല. ഒരു സമവായത്തിന് വേണ്ടി ശ്രമിച്ചു, വിജയിച്ചില്ല. ഏതാ അല്ല, ചർച്ചയ്ക്ക് ഇരുത്തേണ്ട കാര്യമില്ല. അവർ പരസ്പരം വിഷയങ്ങൾ തന്നെ കൈമാറിയല്ലോ. അവർ പരസ്പരം അവരുടെ അഭിപ്രായങ്ങൾ കൈമാറിയല്ലോ. സഭയിൽ വെച്ച് തന്നെ പറഞ്ഞല്ലോ. ഏതാ അല്ല, വളരെ സുപ്രധാനമായ നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടി വിളിച്ച നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രം വിളിച്ചൊരു സഭയാണ്. സാധാരണഗതിയിൽ ഗില്ലറ്റിൻ ചെയ്യുന്നത് പോലെ എല്ലാം കൂടി ഒറ്റയടിക്ക് ഗില്ലറ്റിൻ ചെയ്യുന്ന നിയമനിർമ്മാണത്തിന് പ്രായോഗികമല്ല. കാരണം വകുപ്പ് തിരിച്ചുള്ള പരിശോധന ക്ലോസ് ബൈ ക്ലോസ് ഒക്കെ എടുക്കേണ്ടതായതുകൊണ്ട് അങ്ങനെ പ്രായോഗികമായിട്ട് അത് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വളരെ പരമപ്രധാനമായ നിയമനിർമ്മാണത്തെ അവഗണിച്ചുകൊണ്ട് സഭ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് ശരിയായ ഒരു രീതിയല്ല. അത്രയേ ഉള്ളൂ. ഉത്തരവാദി അല്ല, പ്രതിപക്ഷമാണോ ഉത്തരവാദി എന്ന് ഞാൻ പറഞ്ഞാൽ സഭ പിരിഞ്ഞതിന് ഉത്തരവാദി പ്രതിപക്ഷം എന്ന ആളെന്ന് എഴുതും. സഭ നിയമനിർമ്മാണത്തിന് വേണ്ടി കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി നടന്നു പോകേണ്ടിയിരുന്നു എന്നുള്ള ആഗ്രഹം സ്പീക്കർക്ക് ഉണ്ടായിരുന്നു. ഗൗരവമൂല്യ ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. അതാണ് ഈ പറഞ്ഞത്. സഭയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഏത് രീതി സ്വീകരിക്കണം എന്നുള്ളത് ബന്ധപ്പെട്ട കക്ഷികളുടെയും അംഗങ്ങളുടെയും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. അത് അവരാണ് തീരുമാനിക്കുന്നത്. യെസ്, ഇതൊന്ന് സ്പീക്കർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സഭ തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നിർത്തിവെച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിന് സഭയിലുള്ളവർ കൂടി സഹകരിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയല്ല ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ഇടവേള. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ്. കാണാൻ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇന്ന് സഭയിൽ വനിതാ മതിലിന്റെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ഭരണ പ്രതിപക്ഷം തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. മുനീർ വനിതാ മതിലിനെ കുറിച്ച് നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷം രംഗത്ത് ഇറങ്ങുകയായിരുന്നു. എന്നാൽ തന്റെ പ്രസ്താവന പിൻവലിക്കില്ലെന്ന് മുനീർ ഉറപ്പിച്ചു പറഞ്ഞതോടെ വീണ്ടും കയ്യങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയാണ് സഭയിലുണ്ടായത്. അനിശ്ചിതകാലത്തേക്ക് സഭ പിരിഞ്ഞിരിക്കുകയാണ്. സഭ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. VS ശിവകുമാറും പാറക്കൽ അബ്ദുള്ളയും CN ജയരാജും 11ാമത്തെ ദിവസം സത്യാഗ്രഹം നടത്തുന്നതുകൊണ്ടാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത്രയും ദീർഘകാലം ഒരു സമരം നിയമസഭാ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്തത്. 1964 PT ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ട് പ്രഹ്ലാദൻ ഗോപാൽ നടത്തിയ സത്യാഗ്രഹമാണ് നിയമസഭയിലെ ആദ്യത്തെ സത്യാഗ്രഹം. 2, അഴിമതിക്കാരായ മന്ത്രിമാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് EMSന്റെ നേതൃത്വത്തിൽ 25/2/1975 സഭയ്ക്കുള്ളിൽ സത്യാഗ്രഹം. അത് 26/2/1975 തന്നെ പിറ്റേ ദിവസം തന്നെ സഭ പിരിഞ്ഞു. 19/6/1984 കാർഷിക പ്രശ്നം 5 അംഗങ്ങൾ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. 21/6/84 2 ദിവസം കഴിഞ്ഞപ്പോൾ സഭ സ്തംഭിച്ചു. സത്യാഗ്രഹം സമ്മേളനം അവസാനിച്ചു, സത്യാഗ്രഹവും അവസാനിച്ചു. പ്രീ ഡിഗ്രി ബോർഡ് പ്രശ്നം 86 KR ഗൗരിയമ്മ ഉൾപ്പെടെ 5 അംഗങ്ങൾ സത്യാഗ്രഹം ആരംഭിച്ചു. അത് പിറ്റേ ദിവസം തന്നെ സഭ 10 ദിവസത്തേക്ക് നിർത്തിവെച്ചു, സമരം അവസാനിപ്പിച്ചു. +2 പ്രശ്നം 4 അംഗങ്ങൾ 28/6/2000 KC ജോസഫ് ഉൾപ്പെടെ 4 അംഗങ്ങൾ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. അന്ന് തന്നെ സഭ പിരിഞ്ഞു. +2 പ്രശ്നം 17/7/2000 K ബാബു ഉൾപ്പെടെ 5 അംഗങ്ങൾ
സഭയിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കാർഷിക വിളകളുടെ വിലയിടിവ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 10 അംഗങ്ങൾ 19/12/2000 സഭാ കവാടത്തിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സഭ പിരിഞ്ഞു. അംഗങ്ങളുടെ സസ്പെൻഷൻ 30/10/2011 എം വി ജയരാജൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ സഭാ കവാടത്തിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. പിറ്റേ ദിവസം 31-ാം തീയതി സഭ പിരിഞ്ഞുകൊണ്ട് സത്യാഗ്രഹം അവസാനിച്ചു. ട്രൈബൽ സപ്ലാൻ പ്രശ്നം തോമസ് ഐസക് ഉൾപ്പെടെ 7 അംഗങ്ങൾ സഭാ നടുത്തളത്തിൽ സത്യാഗ്രഹം. സഭ അന്ന് തന്നെ പിരിഞ്ഞു. മുത്തങ്ങ പ്രശ്നം മുൻ സ്പീക്കർ രാധാകൃഷ്ണൻ നിരാഹാര സത്യാഗ്രഹം നടത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ സഭ നിർത്തിവെച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം മാറ്റി. സഭ വീണ്ടും 13-ാം തീയതിയാണ് ആരംഭിച്ചത്. അങ്ങനെ ഞാനെല്ലാം വായിക്കുന്നില്ല. 15 തവണ നിയമസഭയുടെ അകത്തോ പുറത്തോ MLA-മാർ സമരം നടത്തിയിട്ടുണ്ട്. ആ സത്യാഗ്രഹം നടത്തുമ്പോൾ പിറ്റേ ദിവസമെങ്കിലും സഭ അവസാനിപ്പിച്ച് അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയാറാണ് ഉള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും മധ്യസ്ഥത, സ്പീക്കറോ മറ്റാരെങ്കിലും മധ്യസ്ഥൻ ആയി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയാണ്. ശബരിമലയിലെ 144 പിൻവലിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2-3 MLA-മാർ നിയമസഭയുടെ പുറത്ത് സഭാ കവാടത്തിൽ ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് സർക്കാരിൻ്റെ സമീപനം ഇതുവരെ ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ സ്വീകരിക്കാത്തതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർക്കേണ്ടത്, ഭരണം കേരളത്തിൽ മാറിയും മറിഞ്ഞുമൊക്കെ വരും. ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ നാളെ പ്രതിപക്ഷത്താകും. ആ ബോധ്യം, ധാരണ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെതിരായ ശക്തമായ പടയൊരുക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് 3 MLA-മാർക്ക് ഞങ്ങൾ നാരങ്ങാനീര് ഞങ്ങൾ ഇന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി അവരുടെ സമരം ഞങ്ങളിവിടെ അവസാനിപ്പിച്ചു. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. വനിതാ മതിലിൽ സംസ്ഥാന ചരിത്രത്തിന്റെ നാഴികക്കല്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. തുടർന്ന് വനിതാ മതിലുമായി ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ മുന്നീർ ഉന്നയിച്ച ഒരു പരാമർശം, അതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ മുനീറിന്റെ പരാമർശം പിൻവലിക്കണമെന്നാണ് ഭരണപക്ഷം പ്രധാനമായും ആവശ്യപ്പെട്ടത്. എന്നാൽ തന്റെ പരാമർശം പിൻവലിക്കില്ലെന്ന് മുനീർ ഉറപ്പിച്ചു പറയുകയും പിന്നീട് പ്രശ്നങ്ങളിലേക്ക് പോവുകയുമായിരുന്നു. ആരാധനാലയങ്ങളിൽ നടക്കുന്ന ആയുധ പരിശീലനങ്ങൾക്കെതിരെ നിയമ ഭേദഗതി സർക്കാർ കൊണ്ടുവരുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വർഗീയതയ്ക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമാണ് വനിതാ മതിലെന്നും കടകംപള്ളി. ക്ഷേത്രപ്പറമ്പുകളിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള അനാവശ്യ പ്രവൃത്തികൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാനും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രചാരണ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് സർ നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് വരേണ്ടത്. വർഗീയ വിഷം വമിപ്പിച്ച് നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള എല്ലാ മതേതരവാദികളുടെയും യോജിച്ച പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരണം സർ. അതിനാവശ്യമായിട്ടുള്ള വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് സർ ഈ പുതുവർഷം ആരംഭിക്കുന്ന ദിവസം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വനിതാ മതിൽ നിർമ്മിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ പോകാൻ സാധിക്കും. പരാജയപ്പെട്ട സമരം സജീവമാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം വേണുവിനെ ആത്മഹത്യാ ശ്രമം നടത്തുന്നതിന് പിന്നിൽ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് CPIM നേതാവ് വി ശിവൻകുട്ടി. യുവാവിനെ RSS BJP പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിക്കാത്തതിന് പിന്നിലും ദുരൂഹതയുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇയാൾ സാധാരണഗതിയിൽ രാത്രി ഒരിക്കലും പുറത്തു പോകുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് പറയുന്നത്. സംഭവം നടന്ന് പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷന് ശേഷമാണ് വീട്ടുകാർ തന്നെ ഈ കാര്യത്തിൽ അറിയുന്നത്. ഈ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് RSS BJP സംഘപരിവാർ ശക്തികൾ നോക്കി നിൽക്കുകയാണ് ഈ സംഭവം നടന്നതെന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇവന് കഴിയുന്നത്.
അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ദുരൂഹത ഉണ്ട്. പരാജയപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമര കേന്ദ്രം സജീവമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അരുതാത്ത സംഭവവികാസങ്ങൾ ഇതിൽ നടന്നോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ആവശ്യമാണ്. ആശുപത്രിയിൽ പോയ അവസരത്തിൽ പോലീസുകാർ മാത്രമാണ് ആശുപത്രിയിലേക്ക് പോയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു BJP RSS കൂട്ടരും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും ഈ പൊള്ളലേറ്റ വ്യക്തിയോടൊപ്പം ആശുപത്രിയിൽ പോകുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി തന്നെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ആരാണെന്ന പ്രഖ്യാപനം ഉടൻ. പാർട്ടി നേതാക്കളുമായി രാഹുൽ ഗാന്ധിയുടെ ചർച്ച തുടരുന്നു. വൈകുന്നേരം 4 മണിക്ക് ഭോപ്പാലിൽ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. കമൽനാഥിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കം. വിവരങ്ങളുമായി ശരത് ചേരുന്നുണ്ട്. ശരത്, ഇപ്പോഴും യോഗം തുടരുകയാണോ? പ്രിയ, ആദ്യം രാജസ്ഥാനിലെ മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട് AICC അയച്ച നിരീക്ഷകരുടെ റിപ്പോർട്ടായിരുന്നു രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അതിനുശേഷം മാത്രമേ മധ്യപ്രദേശുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രാജസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ മധ്യപ്രദേശിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇനിയും 1-2 മണിക്കൂറുകൾ കൂടി വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ജ്യോതിരാദിത്യ സിന്ധ്യയും കമൽനാഥും തമ്മിൽ അധികാര വട്ടംവലി മധ്യപ്രദേശിൽ വലിയ അളവിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. അതേസമയം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാണ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന് മുൻതൂക്കമെന്ന സൂചന. ഇരു നേതാക്കളെയും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു മുഖ്യമന്ത്രിയാകാൻ. രാജസ്ഥാനിൽ ആണ് ഇപ്പോൾ രാവിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചർച്ച ആരംഭിച്ചത്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും വേണ്ടി വിവിധ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആകണം എന്ന് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് സ്വതന്ത്ര MLA-മാരായ രാജ്കുമാർ ഗൗരവും മഹാദേവ് ശിവനും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അതേസമയം ഡൽഹിയിൽ AICC ആസ്ഥാനത്തിന് മുമ്പിൽ സച്ചിൻ പൈലറ്റിനു വേണ്ടി അദ്ദേഹത്തിന്റെ അനുഭാവികൾ വലിയ പ്രകടനവും മുദ്രാവാക്യങ്ങളും മുഴക്കുകയും ചെയ്തു. സച്ചിൻ പൈലറ്റിനെ അടുത്ത രാജസ്ഥാൻ മുഖ്യമന്ത്രി ആക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. വലിയ തലവേദനയായി മാറുകയാണ് AICC-ക്ക്. മൻമോഹൻ സിംഗിന് അടക്കമുള്ളവരെ നൽകിയത്. ശബരിമല വിശേഷങ്ങൾ കോ-പവേർഡ് ബൈ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂരിന്റെ ചിറകിൽ നവകേരളം പറക്കും. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഡിസംബർ 16 വരെ നീട്ടി. പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. അതേസമയം ശബരിമലയിലെ 3ാം ഘട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് IG ശ്രീജിത്ത് മേൽനോട്ടം വഹിക്കും.